കണ്ണൂരിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തുടങ്ങിയ ആ സമയം തൊട്ട് തന്നെ വിവാദങ്ങൾ ഇങ്ങനെ ഒന്നൊഴിയാതെ വന്നുകൊണ്ടിരുന്ന ഒരു ജില്ല കൂടിയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് UDF-ൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ വലിയ കലഹമുണ്ടാകുന്നു. കെ സുധാകരനുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വരുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നേതാക്കൾ വി കുഞ്ഞികൃഷ്ണനും അതോടൊപ്പം തന്നെ TK ഗോവിന്ദനും അടക്കമുള്ളവർ എതിർചേരിയിലേക്ക് ചേക്കേറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായിരിക്കും അവിടെയുള്ള ആ ഒരു അവസാന മണിക്കൂറിലെ പ്രതീക്ഷ എന്ന് പങ്കുവയ്ക്കാൻ ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, ഗുഡ് മോർണിംഗ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ സുധാകരൻ കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി തുടക്കം മുതൽക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാക്കി. മറുവശത്ത് പ്രധാനപ്പെട്ട നേതാക്കൾ CPM-ൻ്റെ TK ഗോവിന്ദനും അതോടൊപ്പം തന്നെ വി കുഞ്ഞികൃഷ്ണനും ഒക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എതിർചേരിയിലേക്ക് ചേക്കേറിയത്. അങ്ങനെ ഒരു നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയ ജില്ല കൂടെയാണ് കണ്ണൂർ. എന്തായാലും ഈ എക്സിറ്റ് പോളുകളൊക്കെ വരുമ്പോൾ UDF അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇപ്പോഴും LDF തികഞ്ഞ ആത്മപ്രതീക്ഷയിലാണ്, ആത്മവിശ്വാസത്തിലാണ് തങ്ങളുടെ സീറ്റുകളൊന്നും തന്നെ നഷ്ടമാകില്ല എന്നുള്ളത്. എടുത്തു പറയേണ്ടത് പേരാവൂരാണ്. KPCC അധ്യക്ഷനും KK ശൈലജയും മത്സരിക്കുന്ന മറ്റൊരു മണ്ഡലം. എന്താണ് അവസാന മണിക്കൂറുകളിലെ ഫലപ്രഖ്യാപനത്തിന് തൊട്ടു മുൻപുള്ള പ്രതീക്ഷകൾ? ലിജിൻ, രാഷ്ട്രീയ വിവാദങ്ങൾ കൊണ്ട് ഏറെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPM-ൽ നിന്ന് തന്നെ മുതിർന്ന നേതാക്കളായിട്ടുള്ള TK ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ ഇത്തരത്തിൽ UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ ഒരു വിള്ളലുണ്ടാക്കാൻ വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ TK ഗോവിന്ദൻ ഒരുപക്ഷെ വിജയിച്ചു വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. വി കുഞ്ഞികൃഷ്ണൻ, അതായത് 49,000 വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ TA മധുസൂദൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് 15,000-ആയി കുറയുമെന്നൊരു കണക്കൂട്ടൽ UDF നേതൃത്വത്തിനും അതുപോലെ തന്നെ LDF നേതൃത്വത്തിനുമുണ്ട്. എന്തായാലും ഏറെ നിർണായകമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ തവണ 9-2 എന്ന നിലയിലായിരുന്നു കക്ഷി നിലയെങ്കിൽ ഇത്തവണ 6 സീറ്റുകൾ UDF പിടിച്ചെടുക്കുമെന്നൊരു ആത്മവിശ്വാസമാണ് പങ്കെടുക്കുന്നത്. അതിൽ തന്നെ അഴീക്കോട്, കണ്ണൂര്, പേരാവൂർ, ഇരിക്കൂർ, അതുപോലെ തന്നെ കൂത്തുപറമ്പ് തുടങ്ങിയിട്ടുള്ള തളിപ്പറമ്പ് തുടങ്ങിയിട്ടുള്ള 6 മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് ഇത്തരത്തിൽ UDF-ന്റെ അവകാശവാദമുള്ളത്. ഒരു പക്ഷേ ഇത്തരത്തിൽ 6 സീറ്റുകൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അട്ടിമറി വിജയമെന്ന രീതിയിൽ കണ്ണൂർ ജില്ലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുപോലെ തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ കഴിഞ്ഞു പോയത്. അതായത് ഇടതു കോട്ടയിൽ വലിയ രീതിയിലുള്ള വിഭാഗീയ സ്വരങ്ങൾ ഉയരുന്നു. ഈ വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും മാത്രമാണ് പരസ്യമായി നിലപാടെടുത്തതെങ്കിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ രഹസ്യമായി പാർട്ടിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഏരിയ സെക്രട്ടറിമാർ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, നിരവധി പ്രവർത്തകർ തുടങ്ങിയ ആളുകളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഫലം വിപരീതമായാൽ ഒരുപക്ഷെ ഇടതുപക്ഷം ഇവർക്കെതിരെയെല്ലാം നടപടി സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്തായാലും നിലവിൽ 6 സീറ്റുകളിൽ വിജയിച്ച് കയറാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് UDF നേതൃത്വത്തിനുള്ളത്. അതുപോലെ തന്നെ ലിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ സുധാകരൻ വലിയൊരു വെല്ലുവിളി പാർട്ടിയിൽ ഉയർത്തിയിരുന്നു. കണ്ണൂർ സീറ്റ് തനിക്ക് വേണമെന്നൊരു ആവശ്യത്തിൽ അവസാന നിമിഷത്തിലാണ് ഇത്തരത്തിൽ കെ സുധാകരന് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നത്. പക്ഷേ കെ സുധാകരൻ അതിനുശേഷവും സണ്ണി ജോസഫിനെതിരെ പരസ്യമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. ഇത് പേരാവൂരിൽ വലിയ രീതിയിലുള്ള കടുത്ത പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ കലാശിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ സണ്ണി ജോസഫ് അവിടെ പരാജയപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് കൂത്തുപറമ്പാണ്. കൂത്തുപറമ്പ് കഴിഞ്ഞ തവണ JDS-ന് നൽകിയിരുന്ന സീറ്റാണ്. പക്ഷേ ഇത്തവണ KP മോഹൻ അവിടുന്ന് സ്ഥാനാർത്ഥി ആകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല JDS-ൽ വലിയ രീതിയിലുള്ള വിഭാഗീയത ഉടലെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് പണ്ടൊരിക്കലും ഇല്ലാത്ത തരത്തിൽ ഇത്തരത്തിൽ ഒത്തൊരുമയോടെ നടത്തിയ പ്രവർത്തനങ്ങൾ അതിൽ ഒരുപക്ഷെ ജയന്തി രാജൻ എന്ന വനിതയെ മുൻനിർത്തിയുള്ള ആ ഒരു പോരാട്ടം വിജയിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. മറ്റ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നായ അഴീക്കോട് കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിലാണ് ഇത്തരത്തിൽ KV സുമേഷ് ജയിച്ചത്. ഇത്തവണ KV സുമേഷ് തോൽക്കാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം അവിടെ വലിയ രീതിയിൽ മറ്റ് രാഷ്ട്രീയ സമവാക്യങ്ങളൊന്നും മാറി മറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ ഇത്തരത്തിൽ KV സുമേഷ് തോക്കാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. TK ഗോവിന്ദൻ വലിയ രീതിയിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ ഒരുപക്ഷെ വിജയിച്ച് കയറാമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. എന്തായാലും 6 സീറ്റ് പിടിച്ചെടുക്കുമെന്നൊരു പ്രതീക്ഷയാണ് UDF പങ്കുവെക്കുന്നത്. അതേസമയം 10 സീറ്റ് നിശ്ചയമായി പിടിച്ചെടുക്കാമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ LDF നേതൃത്വം ഇതിനോടകം തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. എക്സിറ്റ് പോളുകളിൽ ഇടതുപക്ഷത്തിന്റെ നെഞ്ചു പിടഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ എക്സാക്ട് പോൾ. ശരി ജോസഫ്, എന്തായാലും തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് തൊട്ട് മുൻപ് നടന്ന നാടകീയതകൾ ഫലപ്രഖ്യാപനത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുമോ എന്ന് അറിയേണ്ടതുണ്ട്. ജോസഫ് ആയിരുന്നു വിവരങ്ങൾ നൽകിയത്.